തൗബ എല്ലാ തെറ്റുകളിൽ നിന്നും നിർബന്ധമാണ്. ചെറിയ പാപമാകട്ടെ, വൻപാപമാകട്ടെ, ശരീരം കൊണ്ട് ചെയ്ത പാപമാകട്ടെ, മനസ്സുകൊണ്ട് ചെയ്ത പാപമാകട്ടെ, ഇതിനൊക്കെ തൗബയാണ്. മനസ്സുകൊണ്ട് ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, അവനെ നശിപ്പിക്കണം, അവനെ വിടാൻ പാടില്ല, അവനെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ഇന്ന ഹറാമ് ചെയ്യണം, ഇതും തെറ്റ് തന്നെയാണ്. ഇതിൽ നിന്നുമൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? തൗബ ചെയ്യേണ്ടതുണ്ട്. തൗബ ശരിയാകാൻ 3 നിബന്ധനകൾ. ഒരു തൗബയാകണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ 3 നിബന്ധന, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ 3ൻ്റെ കൂടെ ഒന്നും കൂടെ എക്സ്ട്രാ വന്നിട്ട് 4 നിബന്ധന വരും. എന്താണ് അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അവിടെയുള്ള നിബന്ധന? ഇപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റ് എന്നാണ് ഇപ്പോൾ നിസ്കാരം ഒഴിവാക്കുക, പിന്നെ നോമ്പെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഹറാമ് കാണുക, കാതുകൊണ്ട് ഹറാമ് കേൾക്കുക, ഹറാമ് സ്പർശിക്കുക, ഇതൊക്കെ അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റാണ്. ഇതിലൊക്കെ സാമൂഹ്യമായൊരു തിന്മയും അടങ്ങിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇതിനെ അള്ളാഹുവിലേക്കാണ് ബന്ധിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നിലവിൽ എന്ത് ചെയ്യണം? തൗബ ആഗ്രഹിക്കുന്നുണ്ടോ, ആദ്യം ചെയ്യേണ്ട എന്താ? ആ തെറ്റ് നിലവിൽ ചെയ്യാതിരിക്കുക. നമ്മളൊരു ഹറാമായ ഇടപാടിലുള്ളത്. തൗബ നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ ഇടപാട് നിർത്തുങ്ങൾ, ആ ഇടപാട് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോഴും നമ്മളിങ്ങനെ ആ പലിശൻ്റെയും ബ്ലേഡിൻ്റെയും പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാ, അള്ളാഹു നീ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തൗബയാകുക? അപ്പോൾ ഇഖ്ലാഅാണ് ആദ്യത്തെ കാര്യം. ആ ഹറാമിൽ നിന്നും, ആ ബന്ധത്തിൽ നിന്നും, ആ സിറ്റുവേഷനിൽ നമ്മൾ മാറി നിൽക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നദാമത്ത് ഉണ്ടാവുക. എന്താ നദാമത്ത് എന്ന് പറഞ്ഞാൽ? പടച്ചോനെ ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധം ഉണ്ടാവുക. ചെയ്ത തെറ്റിന് കുറ്റബോധം ഉണ്ടാകണം. എന്താ കുറ്റബോധം? ഒരാൾ കുറേ കാലം മദ്യപിച്ചിട്ട് കുറേ കാലം ഇങ്ങനെ ഇപ്പോൾ അയാൾക്കൊരു കുറ്റബോധം, പടച്ചോനെ ഞാൻ കുടിച്ചിട്ട് എൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ എന്തായിപ്പോയി, നശിച്ചു പോയല്ലോ, എൻ്റെ ആരോഗ്യമൊക്കെ നശിച്ചല്ലോ, മദ്യം കുടിച്ച് എൻ്റെ കുടുംബം എനിക്ക് നഷ്ടമായി, നാട്ടുകാർക്കൊന്നും എന്നെ വേണ്ടാണ്ടായി, സമൂഹത്തിലൊരു വിലയില്ലാണ്ടായി. എന്നാൽ പിന്നെ ഇന്നത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഈ മദ്യപാനം നിർത്തുകയാണ്. അയാൾ നിർത്തിയാൽ അയാളുടെ ശരീരത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയതൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടും, ബാക്കി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടാം. പക്ഷെ അത് തൗബയാവില്ല. എന്താ കാര്യം? തൗബയാകണമെങ്കിൽ പടച്ചവനെ കള്ള് കുടിക്കാത്തത് എന്തുകൊണ്ടല്ല, കിഡ്നിക്കും ലിവറിനും ഹൃദയത്തിനും ഒന്നും കേടുപാട് സംഭവിക്കുന്നത് കൊണ്ടല്ല. ഇനിയിപ്പോൾ ഒരു പുതിയൊരു കള്ള് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതിന് ഈ പറയപ്പെട്ട എഫക്റ്റും ഇല്ലാത്ത, കരളിനെ ബാധിക്കില്ല, കിഡ്നിനെ ബാധിക്കില്ല, ശ്വാസകോശത്തിനെ ബാധിക്കില്ല, പറഞ്ഞ പോലെ അമിതമായ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു പരിശുദ്ധമായൊരു കള്ള് ഇറങ്ങിയാൽ കുടിക്കാൻ പറ്റുമെന്നാണ് ശറയിൽ. ലഹരി ഉണ്ടാക്കും നമ്മളെ, പക്ഷേ ഈ പറയപ്പെട്ട ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നമ്മൾ കുടിക്കുമോ? നമ്മൾ എന്തുകൊണ്ട് കുടിക്കുന്നില്ല? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആയതുകൊണ്ടല്ല, പുകവലി അർബുദത്തിന് കാരണമാകുന്നത് കൊണ്ടുമല്ല നമ്മൾ പുകവലിക്കാത്തത്, മദ്യപിക്കാത്തത് ഇതുകൊണ്ടുമല്ല. നമ്മൾ എന്തുകൊണ്ട് മദ്യപിക്കുന്നില്ല? എൻ്റെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കടലിലെ മത്സ്യം പിടിക്കാൻ പറ്റുമോ? കടലിലെ മത്സ്യം ഭക്ഷിക്കാം. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞതുകൊണ്ട്, അള്ളാഹ് അനുവദിച്ചെന്നതാണ്. ഇതേ മനുഷ്യൻ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കരയിലും നമുക്ക് വേട്ടയാടി പിടിക്കാലോ, കരയിലെയും പല ജീവികളെ നമുക്ക് വേട്ടയാടി പിടിക്കാലോ. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ മുമ്പ് ഹലാലായ വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളൊക്കെ പിന്നെ ഹറാമായി. ഒരു മൃഗത്തിന് പോലും വേട്ടയാടാൻ വേണ്ടി സാധിക്കില്ല. അതെന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞതുകൊണ്ട്. അപ്പം നമ്മളൊരു തിന്മയിൽ നിന്നും അവിടെ കുറ്റബോധം എന്തുകൊണ്ടാണ് വരേണ്ടത്? പടച്ചോനെ, നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ, കുടുംബക്കാരൊക്കെ അറിഞ്ഞല്ലോ, എൻ്റെ ആരോഗ്യം പോയല്ലോ, അതിൻ്റെ പേരിൽ കുറ്റബോധം. ആ കുറ്റബോധം അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമല്ല. അത് സ്വാഭാവികമായ കുറ്റബോധമാണ്. അതെല്ലാ ആളുകൾക്കും ഉണ്ടാവും. മുഅ്മിനുണ്ടാകേണ്ട കുറ്റബോധം എന്താണ്? അള്ളാഹുവേ, നിൻ്റെ കൽപ്പനയ്ക്ക് ഞാൻ വിരുദ്ധം പ്രവർത്തിച്ചല്ലോ, ഇതെൻ്റെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഞാൻ ചെയ്തു പോയല്ലോ. ഈ നദാമത്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പല തെറ്റുകളിൽ നിന്ന് മാറിയെന്ന് പറയാറുണ്ട്, മാറിയതായി നമ്മൾ ഉറപ്പിക്കാറുണ്ട്. അവിടെ ഈ കുറ്റബോധം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നിബന്ധന എന്താണ്? അയ്യഅസിമ അല്ലാ യഊദ ഇലൈഹ അബദ. ഇനി അങ്ങോട്ട് ഒരിക്കലും അതിലേക്ക് മടങ്ങൂല എന്ന് ഇപ്പോൾ നിലവിൽ ദൃഢനിശ്ചയം എടുക്കുക. ഇനി അങ്ങോട്ടേക്ക് പോകാതിരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുക. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാരൊക്കെ എഴുതി വെക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യണം? തൗബ ചെയ്യണമെന്നും. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, തൗബ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അദമു സുഹ്ബത്തി മൻ ഇർതകബ മഅഹുൽ മഅസിയ. നമ്മൾ ആരെ കൂടെയാണോ തെറ്റ് ചെയ്തത് അയാളുമായി പിന്നെ ബന്ധം സ്ഥാപിക്കാതിരിക്കണം എന്ന് പറയാറുണ്ട്.
ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലായി ചെയ്യുന്ന പാപങ്ങളും കളക്റ്റീവായി ഗ്രൂപ്പായി ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ. ഇൻഡിവിജ്വലായി ചെയ്യുന്ന പാപങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ചില വഴികളൊക്കെ അടച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാം. പക്ഷെ ഗ്രൂപ്പായി ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നിലവിൽ പാപം ചെയ്തു ആ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ വീണ്ടും ആ തിന്മ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ നന്നായി എന്ന് വിചാരിക്കുക, അപ്പോൾ കൂടുള്ളവൻ പറയും നീ ആരാന്ന് നമുക്കറിയില്ലേ, ഇപ്പം വലിയ ആളായി, ഇപ്പം വലിയ നല്ല ആളായി, പണ്ട് നീ എന്തേനും. അപ്പോൾ വീണ്ടും നമ്മൾ ആ തിന്മയുടെ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ചെയിൻ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഏത് സുഹൃത്തുമായി റിലേഷൻഷിപ്പിലായപ്പോഴാണ് നമ്മൾ ഹറാമിലേക്ക് പോയത്, ആ സുഹൃത്തുമായി ഇനി അങ്ങോട്ട് ഒരു അഭേദ്യമായ ബന്ധം ഒഴിവാക്കലാണ് നല്ലത്. എന്തുകൊണ്ട്? ഞാൻ വീണ്ടും ഹറാമിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അദമു സുഹ്ബത്തി മൻ ഇർതകബ മഅഹുൽ മാസിയ, ആരുടെ കൂടെയാണോ നമ്മൾ തിന്മ ചെയ്തത്, കൂട്ടമായി എല്ലാവരും കൂടി ഒരു ഹറാമ് ചെയ്തു എങ്കിൽ നിങ്ങളുടെ തൗബ ശരിയാകണമെങ്കിൽ ഇനി അയാളുമായി ബന്ധം പുലർത്താതിരിക്കലാണ് നല്ലത്. ഇതാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മനുഷ്യനുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിലോ, മനുഷ്യനോടാണ് നമ്മൾ അക്രമം കാണിച്ചതെങ്കിലോ, നാലാമത്തൊരു കാര്യമുണ്ട്, അയ്യബ്റ മിൻ ഹഖ് സാഹിബിഹ, ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടിൽ നിന്നും മുക്തി നേടണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരാളുടെ 2 ലക്ഷം രൂപ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി, തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. തട്ടിപ്പറിക്കാൻ തന്നെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കൽ മാത്രമല്ല, പല പ്രലോഭനങ്ങൾ നൽകി, കള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇത് അയാളോട് കാണിച്ച മാസിയത്താണ്, അയാളുമായി ബന്ധപ്പെട്ട തിന്മയാണ്. ഞാൻ പള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പഠിച്ചവനെ എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മളെ തൗബ ശരിയാകണമെങ്കിൽ ഇവൻ്റെ ആ പൈസ ആദ്യം തിരിച്ചു കൊടുക്കണം. നമ്മൾ ഒരാളെ സംബന്ധിച്ച് അയാൾ വ്യഭിചാരം ചെയ്തവനാണെന്ന് ആരോപണം നടത്തി, ഖദ്ഫ് നടത്തി. നമ്മുടെ റമദാനിലെ ആ വിഷയം വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. വ്യഭിചാര ആരോപണം നടത്തിയിട്ട് കോടതിയിലൊന്നും എത്തിയില്ല, കോടതിയിലൊന്നും ആ സാധു കേസൊന്നും കൊടുത്തില്ല. പക്ഷേ ഇയാൾ പള്ളിയിൽ നിന്നിട്ട് പഠിച്ചവൻ എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞത് കൊണ്ട് അയാൾക്ക് തൗബ കിട്ടൂല. ഇയാൾ ഒന്നിക്കിൽ ഇയാളത്തെ പോയിട്ട് എന്ത് ചെയ്യണം? മാപ്പ് വയ്ക്കണം. ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് അപരാധമാണ് എന്ന്. ഇയാൾ പരസ്യമായിട്ടാണ് വിചാര ആരോപണം നടത്തിയതെങ്കിൽ പരസ്യമായി തന്നെ ആ പ്രസ്താവന പിൻവലിക്കണം. അല്ലെങ്കിൽ ഹാക്കിമിൻ്റെ അടുക്കൽ പോയിട്ട് ഞാനിത് അയാളെപ്പറ്റി അപരാധം പറഞ്ഞു പോയിട്ടുണ്ട്, ഷറ പറഞ്ഞിരിക്കുന്ന 80 അടി എൻ്റെ മേലെ അടിച്ചോളിൻ എന്ന് പറയണം. അപ്പോഴാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അവന് മോചനവും തൗബയും ലഭിക്കുന്നത്. അല്ലാതെ മനുഷ്യന്മാരിങ്ങനെ ദ്രോഹിക്കുക, നമ്മൾ നല്ലോണം ദ്രോഹിക്കുക തന്നെ, നാവ് കൊണ്ടും കൈ കൊണ്ടും ഒക്കെ ദ്രോഹിക്കുക, കുത്തുവാക്കുകൾ പറയാം, നോവിക്കുക, നമീമത്തും ഗീബത്തും ഒക്കെ പറയാം. എന്നിട്ട് നമ്മൾ പള്ളിയുടെ അസ്തഗ്ഫിറുല്ലാഹ് നൊച്ചത്തിൽ പറഞ്ഞാൽ അള്ളാഹു മാപ്പാക്കൂല. അല്ലാഹു തആല ഇടപാട് പൂർത്തിയാകണമെങ്കിൽ അയ്യബ്റ മിൻ ഹഖ് സാഹിബിഹ. നമ്മുടെ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു പോയി, നമ്മുടെ ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞു, അപ്പം എന്ത് ചെയ്യണം? പരദൂഷണം പറഞ്ഞാൽ എന്ത് ചെയ്യണം? പരദൂഷണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അല്ലെ, വേറൊരാളെ പറ്റി എന്ത് ചെയ്യുക? കുറ്റം പറയുക. ഈ നമ്മൾ പറഞ്ഞ പരദൂഷണം അതിഗുരുതരമായ പാപമാണ്. ഈ പരദൂഷണം പറയുന്ന സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ സാമൂഹികമായി എല്ലാ അകൽച്ചയിലേക്കും അധപ്പതനത്തിലേക്കും കൊണ്ടെത്തിക്കും. നമ്മളുടെ അടുക്കൽ വന്നിട്ട്, ഇപ്പം ഞാൻ വന്നിട്ട് മാഷിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളെ പറ്റി ഗീബത്ത് പറയുന്നുണ്ടെങ്കിൽ സങ്കല്പിക്കുക, ഞാൻ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് മൊയ്തീക്കാനെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഞാൻ വേറൊരാളത്ത് പോയിട്ട് മാഷിനെ പറ്റിയും കുറ്റം പറയും. അങ്ങനെ ഈ ഗീബത്ത് പറയുന്ന ആൾക്കുള്ള പ്രശ്നം, ഈ ബാക്ക് ബൈറ്റേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ അത് ഒരാളിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. ഇയാൾക്ക് എന്താ, ഇയാളുടെ അതിൽ കാണുന്ന ആനന്ദം എന്താ? മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖമുണ്ട്, അത് അയാൾക്ക് കിട്ടി. ഓരോ ഇപ്പം എല്ലാ മനുഷ്യന്മാരും നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവില്ല. ഇപ്പോൾ ആർക്കും ഇപ്പോൾ കുറവില്ലാത്തത്? പെർഫെക്റ്റായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത്? ഒന്നും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാന്നാൽ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് ഒരാളെ വന്ന് ഗീബത്ത് പറയുന്നതിന് നമ്മൾ വിചാരിക്കും, ഇയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് മറ്റവൻ്റെ കുറവ് പറഞ്ഞത്. പേടിക്കണ്ട, നിങ്ങളുടെ കുറ്റം ഇയാൾ തന്നെ മറ്റേ ആളത്ത് കുറ്റം ചെയ്തോളും. അല്ല, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലാഹുവിന് മാപ്പ് നൽകട്ടെ. നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളെന്തിനാ വേറെ ആളെ പറ്റി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്? നമ്മളെ പാട്ടല്ലോ. പിന്നെ വേറൊരാളെ പറ്റി കുറ്റം പറയൽ അനുവദനീയമായ നിർബന്ധമായ ചില സന്ദർഭങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ അത് പറയണം. എല്ലായിടത്തും ഇങ്ങനെ തോഴനായിട്ട് വെള്ളമിട്ടിട്ട് ഞാനൊന്നും പറയില്ല എന്നല്ല. ചില സ്ഥലത്ത് പറയാം. ഏതൊക്കെ സ്ഥലങ്ങളിൽ? ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളെ പറ്റി ചോദിക്കുകയാണ്. അയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ, ഉദാഹരണം എടുക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ഷെയർ ബിസിനസ്സിലുണ്ടായത് നിങ്ങൾ പാർട്ട്ണർ ആയിരുന്നില്ലേ മുമ്പ്?
പാർട്ട്ണറായിരുന്നല്ലോ, നിങ്ങൾ ഇത്രയും കൊല്ലം ഒരുമിച്ച് കച്ചവടം ചെയ്തല്ലേ, അപ്പോൾ അയാളെ ഞാനിപ്പോൾ എൻ്റെ പാർട്ട്ണറാക്കാൻ വേണ്ടി പോകുന്നുണ്ട് കച്ചവടത്തിൽ, എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ എനിക്കറിയാം അയാളെന്താണ്, അയാൾക്ക് വലിവിൻ്റെ അസുഖമുണ്ട്. വലിവിൻ്റെ അസുഖം എവിടെ നിന്ന്? ബൽപ്പിന്നേ പൈസ കിട്ടിയതിന് വലിവിൻ്റെ അസുഖമുണ്ട്. സാമ്പത്തികമായി അച്ചടക്കമില്ലാത്ത മനുഷ്യനായാണ്, അങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പോരുന്നത്. അപ്പോൾ ഇത് അയാളോട് പറയാതിരുന്നാൽ എന്താ സംഭവിക്കുക? എനിക്കുണ്ടായ അതേ നഷ്ടം ഇയാൾക്കുണ്ടാകും. അപ്പോൾ അയാളോട് പറയാ, എത്ര അളവിൽ പറയാൻ പറ്റും? ഫിഖ് അതുവരെ പറഞ്ഞു കേട്ടോ. കുറ്റം പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നാൽ പിന്നെ കിട്ടിയ ചാൻസ് അല്ല, ഇതാ പിടിച്ചോ 1.5 പേജ് പരീക്ഷയ്ക്ക് എസ് എഴുതുന്ന പോലെ എഴുതാനല്ല. ചില ആളുകളോട് വേണ്ടപ്പോൾ അത് ശരിയാവില്ല, നിങ്ങൾ വിട്ടേക്ക്. ഇത് കേട്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചില ആളുകളുണ്ട് അങ്ങനെ. ചില ആളുകൾ അത്ര പറഞ്ഞാൽ തന്നെ അതിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമ്മൾ പറയും അപ്പോൾ ഒന്നും കാണാണ്ട് അങ്ങനെ പറയൂല, അത്ര പറഞ്ഞാൽ മതി. ചില ആൾക്ക് അത്ര കേട്ടാൽ റാത്താവില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ എന്താ വിഷയം പറ. ചില ആൾക്ക് കാര്യം എന്താണെന്ന് തന്നെ അറിയണം. അപ്പോൾ നമ്മൾ പറയാം, മൂപ്പർക്ക് സാമ്പത്തികമായിട്ട് ഇടപാടിൽ കുറച്ച് പ്രശ്നമുണ്ട്, ഫണ്ട് ഇടുന്നതിലും അതിന് കണക്ക് നോക്കുന്നതിലൊക്കെ കുറച്ച് മൂപ്പർക്ക് എന്തല്ല ക്ലിയർ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഞാനുമായി കച്ചവടം ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഇതാണ്, ബാക്കി നിങ്ങളുടെ തീരുമാനം. ഇവിടെ ഗീബത്ത് പറയണം, ഇവിടെ പറയണമെന്ന് ഷെറ് പഠിപ്പിക്കുന്നത്. വേറൊരു സ്ഥലം ഏതാണ്? വേറൊരു സ്ഥലം എന്ന് പറയുന്നത് വിവാഹം ആലോചിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി ചോദിക്കുകയാണ്. നിങ്ങളെ സുഹൃത്താണല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ള ആളാണല്ലോ ഇന്നാൾ, എന്താ നിങ്ങൾക്ക് അയാളെ പറ്റി അഭിപ്രായം? അപ്പോൾ എനിക്കറിയാം അയാൾ ഫുൾ പ്രശ്നക്കാരനാണ്, എല്ലാ തോന്നിവാസവും അയാൾക്കുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പം ഞാനെങ്ങാനും ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ കല്യാണം മുടങ്ങും. ഞാനൊരു കല്യാണം മുടക്കിയാവും. അവിടെ തൽക്കാലം ഒന്നുമില്ലപ്പോൾ നല്ല ചെക്കൻ, നല്ല മുത്ത് പോലത്തെ, നല്ല പൊന്നു പോലത്തെ, ഓനെപ്പോലത്തെ ഒരു തങ്കപ്പെട്ട ഒരു മനുഷ്യനെ ദുനിയാവ് കണ്ടിട്ടില്ല. അങ്ങനെ പോയി കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ മൊത്തം പ്രശ്നം. ഇവിടെ എനിക്കറിയായിരുന്നു ഓൻ ആരാണെന്ന്. ഓൻ ഒരു വിവാഹ ജീവിതം നയിക്കാൻ കേപ്പബിളായ ആളല്ല എന്ന് എനിക്ക് അറിയാമെങ്കിൽ അതവിടെ പറയൽ നിർബന്ധമാണ്. കാരണം ഞാൻ അവിടെ തകർക്കാൻ പോകുന്നത് ആരെ ജീവിത? ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, ഇതാ എൻ്റെ അറിവിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പം ബാക്കി നിങ്ങളെ തീരുമാനം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒഴിവാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഈ സ്ഥലങ്ങളിൽ ഗീബത്ത് പറയൽ അനിവാര്യമാണ്, വാജിബാണ്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ നമ്മൾ ഗീബത്ത് പറയരുത്. നമ്മൾ നേരെ തിരിച്ചാണ്. ഗീബത്ത് പറയേണ്ട, കുറ്റം പറയേണ്ട, വിമർശനം പറയേണ്ട സ്ഥലത്ത് ഭയങ്കര മാന്യനാകും. മാന്യത തന്നെ. ഇങ്ങനെയൊക്കെ മാന്യന്മാരുണ്ടാവോ? ഇങ്ങനെയൊക്കെ മാന്യന്മാർ. നമ്മൾ ഒരു സ്ഥലത്ത് ഒരാളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. അയാൾ ആരാണെന്നും അയാൾ എന്താണെന്നുമുള്ള കൃത്യമായ ധാരണയും ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. നമുക്ക് കിട്ടിയ വിവരവും ആ നാട്ടിലാണ് എൻ്റെ ശരിയായ ഒരു ഫസ്റ്റ് ലെവൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുക. അങ്ങനെ നാട്ടിൽ പോയിട്ട് ആദ്യം ചെന്നത് പള്ളിയിലായിരുന്നു. പള്ളിയിലാണ് ചെന്നത്. അപ്പോൾ പള്ളിയിൽ ചെന്നിട്ട് ആദ്യം ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, നല്ല മനുഷ്യനാണല്ലോ, പള്ളിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള മനുഷ്യൻ. ഏത് പള്ളി? ആൾ യുക്തിവാദിയാ. യുക്തിവാദിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്? ഇയാൾ പള്ളിയുമായി ഭയങ്കര ബന്ധമുള്ള മനുഷ്യനാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ എത്ര കുടുംബങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര കുടുംബങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാരണവന്മാരായ ആളുകൾ, സമൂഹത്തിൽ ഈ പറയപ്പെട്ടവരുടെ അഭിപ്രായം തേടപ്പെടുന്നവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? അയാൾ എന്നിൽ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്, എന്നിലൊരു പക്വത കാണുന്നത് കൊണ്ടാണ് അഭിപ്രായം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തലയും പാലില്ലാത്ത അഭിപ്രായം അല്ല പറയേണ്ടത്. കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാത്തിടങ്ങളിൽ നമ്മൾ ഗീബത്ത് പറയാൻ പാടില്ല. അപ്പോൾ ആ ഗീബത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞത് നിങ്ങളുടെ ചെവിയിലെത്തിയാൽ, ഇപ്പം ഞാൻ നിങ്ങളെ പറ്റിയിട്ട് മാഷിനോട് കുറ്റം പറഞ്ഞു, പക്ഷെ നിങ്ങളത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? അള്ളാഹുവേ, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കാര്യമായില്ല. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തന്നെ പറയണതാ, നിങ്ങളെപ്പറ്റി അന്നങ്ങനെ പറഞ്ഞു പോയി, അന്നത്തെ എൻ്റെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ട്, ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു പോയി, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? മാപ്പ് നൽകണം എന്ന് പറയണം. ഇനി ഞാൻ നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമെങ്കിൽ പറയണ്ട, അല്ലാണ്ട് മാപ്പ് വെച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരാൾക്ക് പോയിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയും ഇത്രയും വൃത്തികെട്ടൊരു കാര്യം നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ അന്നേരം തന്നെ എൻ്റെ കാറ്റ് കഴിച്ചളയും. പറയുന്നത് മനസ്സിലുണ്ടോ?
അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട? അടുത്ത് പോയിട്ട് അങ്ങനെ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ട. പിന്നെ അത് പിന്നെ ഗീബത്തിനേക്കാൾ വലിയ കൊലപാതകമാണ് അവിടെ നടക്കുക. അപ്പൊ അങ്ങനെയുള്ള അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അയാളുടെ ചെവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അയാളോട് നമ്മൾ മാപ്പ് ചോദിക്കുകയും ചെയ്യുക. മരിച്ചുപോയാളാണെങ്കിലോ, ഈ മനുഷ്യന്മാരൊക്കെ ഹക്ക് നമ്മൾ പിടിച്ചെടുത്തു, സമ്പത്ത് പിടിച്ചെടുത്തു, അയാളെ അപമാനപ്പെടുത്തി, മാനഭംഗപ്പെടുത്തി, അയാളെ ഇല്ലാത്ത കുറ്റങ്ങളും ഫിത്തനകളും അയാളെ നശിപ്പിച്ചു. പക്ഷെ അയാൾ മരിച്ചു, അയാൾ ജീവിച്ചിരിപ്പില്ല. എങ്ങനെ തൗബ ചെയ്യും? അതിനുള്ള മാർഗം പണ്ഡിതന്മാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ നമ്മൾ ആരെ പറ്റിയിട്ടാണോ അയാളെ ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത്, സമ്പത്താണെങ്കിൽ അപ്പോഴും വിടൂല കേട്ടോ. സമ്പത്താണെങ്കിൽ ദ്വാരുന്നതുകൊണ്ട് വിടൂല, അയാളെ അനന്തരാവാസികൾക്ക് കൊടുക്കണം, ഏൽപ്പിക്കണം. അപമാനിച്ചതാണെങ്കിൽ ഇയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് ചോദിക്കുക. കാരണം എന്താണെന്നറിയോ, ഈ ഗീബത്തിൻ്റെയും നമീമത്തിൻ്റെയൊക്കെ ശിക്ഷ എന്താ പറയുന്നത്? നാളെ നമ്മളെങ്ങാനും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ ഇവരെല്ലാം ബസ്സും പിടിച്ചിട്ട് വരും. പഠിച്ചവന് ഇവൻ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യണം? ഓൻ്റെ നന്മൊക്കെ ഞങ്ങൾക്ക് തരണം. ഇവനാദ്യം സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ പരാതിയായിട്ട് വരില്ലല്ലോ. അപ്പോൾ ഉലമാക്കൾ പറയുന്നത്, നമ്മൾ ഒരാളെ അപമാനിച്ചു പോയിട്ടുണ്ട്, അയാൾ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അള്ളാഹുവേ, നീ ഇവനിക്ക് സ്വർഗം കൊടുക്കണേ. അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പൊരുത്തപ്പെടിച്ചു തരും. അപ്പോൾ ഈ അർത്ഥത്തിൽ തൗബ ശരിയാകണമെങ്കിൽ അടിമകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 4 ഷർത്ത്, അള്ളാഹുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 3 ഷർത്ത് എന്ന് പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ അടുത്തേൽ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നസൂഹായ തൗബ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.